ചോദിക്കും. സാർ, എങ്ങനെയുണ്ട് ഈ ദൗത്യം? വളരെ വിജയകരമായിരുന്നു. മാത്രമല്ല, നമ്മൾ 4ാമത്തെ രാഷ്ട്രമായി മാറിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ദൗത്യത്തെ? അതെ, സഡൻലി കാണാനായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. Now we have become one among the 4 states countries in the world. As you know, it is only China, Russia and USA, and we are 4th. ഇതൊരു പ്രിലൂഡാണ് ഫോർ ദി ചന്ദ്രയാൻ 4. ചന്ദ്രയാൻ 4-ൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് there is a transfer module and there is a re-entry module. ഈ ട്രാൻസ്ഫർ മോഡ്യൂളാണ് അവിടെ ചന്ദ്രമണ്ഡലത്തിൽ ഇരുന്നുള്ള കുറേ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു ദി റീഎൻട്രി മോഡ്യൂൾ. റീഎൻട്രി മോഡ്യൂൾ ബ്രിങ്സ് ഇറ്റ് ബാക്ക് ടു ദി എർത്ത്. അപ്പോൾ ഈ രണ്ടും ക്ലബ് ചെയ്യണം. രണ്ടും അതിന് ഉള്ള ഒരു പ്രിലൂഡായിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കേണ്ടത്. മാത്രമല്ല, ഗഗൻയാൻ പ്രോജക്റ്റിലേക്ക് ഒരു 3-4 സെഗ്മെൻറ്റ് ദാറ്റ് ഇസ് പ്ലാൻഡ് ഇൻ 2028 ഇത് അയക്കുന്നത് 4-5 മോഡ്യൂൾസായിട്ട് പോയിട്ട് പിന്നെ അവിടെ ഡോക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, അസംബിൾ ചെയ്യുകയാണ്. സോ വിത്തൗട്ട് എ ഡോക്കിംഗ് എക്സ്പീരിയൻസ് ഓർ വെൻ യു ഡോണ്ട് ബിക്കം എൻ എക്സ്പെർട്ട് ഇൻ ദി ഡോക്കിംഗ് ദെൻ ഏതൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇൻ ദ സെൻസ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ടർ സ്പേസിലേക്ക് ഒന്നും യു കാൺട്ട് ഡു എനിത്തിങ്, അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാകും. അപ്പോൾ ആ സെൻസിലേക്ക് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് സക്സസ് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ ജസ്റ്റ് കൺഗ്രാജുലേറ്റ്. ആക്ച്വലി ഇതൊരു സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. സ്പേസ് സ്റ്റേഷൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സാധ്യതകൾ, അതിനുള്ള സാങ്കേതികവിദ്യ ഭാരതം വികസിപ്പിച്ചു, സ്വന്തം നിലയിൽ വികസിപ്പിച്ചു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഇത് സ്പേസ് സ്റ്റേഷൻ എന്നുള്ള സാധനത്തിന് അതാണ് ഞാൻ ഗഗൻയാൻ പറഞ്ഞത്. അതിൻ്റെ പ്രിലൂഡായിട്ട് കണക്കാക്കാം, ചന്ദ്രയാൻ്റെ പ്രിലൂഡായിട്ട് കണക്കാക്കാം. പക്ഷെ പൊതുവേ ഇറ്റ് ഈസ് എ ഔട്ടർ സ്പേസിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റിലും എനിത്തിങ് അതിനെല്ലാം ഇതൊരു പ്രിലൂഡാണ്. ഇറ്റ്സ് എ പ്രീ റിക്വയർമെൻറ്റ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ പ്ലാൻ യുവർ മിഷൻസ് അക്കോർഡിംഗ്ലി. അതർവൈസ് യു വോണ്ട് ബി ഏബിൾ ടു. ദിസ് ഈസ് എ ഫെസിലിറ്റി, ദിസ് ഈസ് എൻ എക്സ്പെർട്ടൈസ് വിച്ച് ഈസ് നീഡഡ്. അതില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഈ കഴിഞ്ഞ ഒരു 5 വർഷം ഒരുപക്ഷെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു ബഹിരാകാശ ഗവേഷണ രംഗത്ത്. അതും തീർച്ചയായിട്ടും നമുക്ക് അനുമോദിക്കേണ്ട ഒരു സംഗതിയല്ലേ? Sure. See, we are progressing, but slowly and steadily. We have to progress കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യണം. For that anyway you need a lot of money. So പറയാൻ എളുപ്പമാണ്, പൈസ ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഐ ഫീൽ നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, ഹാർഡ് വർക്കിംഗ് യങ്ങർ ജനറേഷൻ ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും നടക്കും. ഒന്നിട്ടെങ്കിലും അതെ, പ്രധാനമായിട്ടും നമുക്ക് റവന്യൂവും വരുന്നുണ്ടല്ലോ സാർ ഈ ബഹിരാകാശ ഗവേഷണത്തെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിക്കുന്നത് ഉണ്ട്. പക്ഷേ നമ്മൾ തുടങ്ങിയിട്ട് അതിനകത്ത് നമ്മൾ മുടക്കിയിട്ടുള്ള പൈസ കണക്കാക്കി നോക്കുമ്പോൾ കമ്പയർഡ് ടു എനി അതർ കമേഴ്ഷ്യൽ കമ്പനി അത് അത്രയും വലിയ ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കണ്ടീഷനിലേക്ക്. പക്ഷേ യു വിൽ നീഡ് അനദർ ബിഗർ സാറ്റലൈറ്റ്, ബിഗർ ബൂസ്റ്റർ റോക്കറ്റ് വേണം, കുറച്ചുകൂടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അത് വന്നു. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇറ്റ്സ് ഓൺ ദ വേ. അതും വരികയാണെങ്കിൽ ദെൻ യു ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദി മേജർ കൺട്രീസ് ഇൻ ദ വേൾഡ് ഹു വിൽ ബി ഡൂയിങ് ദ ലാൻഡ് സർവീസസ്. തീർച്ചയായിട്ടും ഗഗൻയാൻ പദ്ധതി, അതോടൊപ്പം തന്നെ ഇപ്പോൾ 2 സ്പേഡെക്സ്, അതായത് 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നു. അങ്ങനെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതം മുന്നോട്ട് കുതിച്ചു ചാടുകയാണെന്ന് അഭിപ്രായക്കാരനാണ് ശ്രീ നമ്പിനാരായണൻ. അദ്ദേഹവുമായിട്ട് ആ ആഹ്ലാദമാണ് നാവുമായിട്ട് പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.